സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച 2026 ബഡ്ജറ്റ് യാഥാർത്ഥ്യമാകുമോ? മൂന്നാം ഭരണം കൈപ്പിടിയിൽ ഒതുക്കാമെന്ന വ്യാമോഹവുമായി തന്നെ ഇപ്പോൾ പിണറായി സർക്കാർ ആകട്ടെ ഈ ബഡ്ജറ്റ് അവർ അവതരിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ബഡ്ജറ്റ് ഇവർക്ക് തിരിച്ചടിയാകുമോ? ഈ കൺകെട്ട് വിദ്യയിൽ ജനം അകപ്പെട്ടു പോയാൽ വീണ്ടും വിലക്കയറ്റവും ചെറിയ രീതിയിലുള്ള പണപ്പെരുപ്പവും വർദ്ധിച്ച് പൊതുജീവിതം ദുഷ്കരമാകുമെന്നും ചില വിലയിരുത്തലുകൾ പുറത്തുവരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ ഇടത് സർക്കാർ പയറ്റുന്ന ഒരു ചെപ്പടി വിദ്യയുടെ ഭാഗമാണ് ഇന്ന് അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് എന്ന് പൊതുവായി തന്നെ ഒരു ആക്ഷേപം ഇപ്പോൾ ഉയരുകയാണ്. മാത്രമല്ല, ഇന്ന് ഇടത് സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഒരിക്കലും നടപ്പാകാൻ പോകുന്നില്ല എന്നും UDF ഭരണത്തിൽ വരുമെന്നും അവർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് മാത്രമാകും അത് നടപ്പിലാകുക എന്നതാണിപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചിരിക്കുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റിൽ പുതിയൊരു പദ്ധതി കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വയോജനങ്ങൾക്കാണ് അവിടെ പ്രാധാന്യവും ഗുണവും ചെയ്യുന്നത് എന്നതാണ് ഇപ്പോൾ സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് എത്ര രീതിയിലേക്ക് അത് പ്രാവർത്തികമാകുമെന്നതും കണ്ടു തന്നെ അറിയണം. മാത്രമല്ല, ഇതെല്ലാം വോട്ട് തങ്ങളുടെ പെട്ടിക്കുള്ളിലാക്കാനുള്ള ഒരു ഉറപ്പിന്റെ മാത്രം ഭാഗമായി തന്നെ ആ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നതും. കടം കയറി ഖജനാവ് അവിടെ കാലിയാകുമ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ഒടുവിൽ സഹായം ലഭിക്കുമെന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ പ്ലേറ്റ് മാറ്റുന്ന സ്വഭാവമാണ് ഈ ഒരു ബഡ്ജറ്റിൽ അല്ലെങ്കിൽ ഈ അവതരണത്തിലൂടെ തന്നെ നടത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആകട്ടെ കൈക്കൊള്ളുന്ന രീതി ആ ഒരു അവതരണ വേളയിൽ കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ വിമർശനം നടത്തിക്കൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നുവെന്ന ഒരു കുറ്റപ്പെടുത്തലാണിപ്പോൾ ധനമന്ത്രി KN ബാലഗോപാലൻ നടത്തിയിരിക്കുന്നത്. കേന്ദ്രം സംസ്ഥാനത്തു നിന്നുള്ള നികുതി വിഹിതം അവിടെ വെട്ടിക്കുറയ്ക്കുന്നുവെന്നും വായ്പാ പരിധി കുറച്ചുവെന്നും തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്ത്യത്തിന്റെ ആരംഭം കുറിച്ചുവെന്നുമാണ് ധനമന്ത്രി ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ആ ഒരു സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കിടയിൽ പോലും സംസ്ഥാനം പിടിച്ചു നിന്നുവെന്നും വികസനത്തിന് യാതൊരുവിധ കുറവും ഉണ്ടായിട്ടില്ല എന്നും അതേപോലെ തന്നെ തൊടു ന്യായം പറഞ്ഞുകൊണ്ട് കേന്ദ്രം അർഹമായ വിഹിതം അവിടെ വെട്ടിക്കുറയ്ക്കുകയാണ്. സംസ്ഥാനത്തിന്റെ കടം താങ്ങാവുന്ന പരിധിയിൽ അപ്പുറമാകുന്നു എന്നതാണ് ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് അവതരണത്തിലൂടെ തന്നെ KN ബാലഗോപാലൻ പറയുന്നത്. രണ്ടാം LDF സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ധനമന്ത്രി ഈ ഒരു ബഡ്ജറ്റ് അവതരണം തുടങ്ങിയത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കിയെന്നും വളരെ ഉറപ്പോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കേരളത്തിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ഓരോന്നായി തന്നെ ചർച്ച ചെയ്യപ്പെടുമെന്നും അതിന്റെ ഒരു ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 10 വർഷത്തിനിടെ തന്നെ ന്യൂ നോർമൽ കേരളത്തെ കെട്ടിപ്പടുക്കുന്നതിനായി എന്ന അവകാശവാദം ബഡ്ജറ്റിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതേസമയം DADR കുടിശ്ശിക എല്ലാം തന്നെ പൂർണ്ണമായും നൽകും. വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് 1000 കോടി രൂപയും അതുപോലെ തന്നെ MC റോഡ് വികസനത്തിന് 5917 കോടി രൂപയും ബഡ്ജറ്റിൽ അവിടെ വകവരുത്തിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തിന്റെ പുതിയ IT നയം ഉടൻ പ്രഖ്യാപിക്കുമെന്നും ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം എന്ന വലിയൊരു പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിലൂടെ നടത്തുന്നുണ്ട്. വയോജന ക്ഷേമത്തിനായി തന്നെ അവിടെ എൽഡർലി ബഡ്ജറ്റും പ്രഖ്യാപിച്ചു. ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തന്നെ 1,45,000 കോടി രൂപയും ആശ അംഗൻവാടി ജീവനക്കാരുടെ പ്രതിമാസ വരുമാനത്തിന് 1000 രൂപയും വർധനവ് അവിടെ ഈ ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. DADR കുടിശ്ശിക പൂർണ്ണമായും നൽകും. ആദ്യ ഗഡു ആകട്ടെ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം തന്നെ ബാക്കി മാർച്ച് മാസത്തെ ശമ്പളത്തിനോടൊപ്പം തന്നെ നൽകുമെന്നും ഇവർ പറയുന്നുണ്ട്. ശമ്പള കമ്മീഷനും അത് പ്രഖ്യാപിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും പിന്നാലെ തന്നെ ശമ്പള പരിഷ്കരണം അത് സമയബന്ധിതമായി തന്നെ നടപ്പാക്കും. അതുപോലെ തന്നെ പെൻഷനുകളെല്ലാം തന്നെ ഏപ്രിൽ മുതൽ നൽകി തുടങ്ങുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. തോമസ് ഐസക്കിനും ഉമ്മൻചാണ്ടിക്കും ശേഷം കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ 4ാമത്തെ ബഡ്ജറ്റാണിപ്പോൾ KN ബാലഗോപാലൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 മണിക്കൂറും 53 മിനിറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് അവതരണം. അതുമാത്രമല്ല, കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ് എന്നും നികുതി വരുമാനം വെട്ടിക്കുറയ്ക്കുന്നുവെന്നും ബഡ്ജറ്റിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കടുത്ത അവഗണനയ്ക്കിടയിൽ പോലും കേരളം അവിടെ വളർന്നു വരുന്നുവെന്നും തങ്ങൾ കൂടുതലായി തന്നെ വളർന്നു എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ അംഗൻവാടിയും ജീവനക്കാരുടെയും ശമ്പള പരിഷ്കരണവും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ 12ാമത്തെയും മന്ത്രി KN ബാലഗോപാലിന്റെ 6ാമത്തെയും ബഡ്ജറ്റ് അവതരണമായിരുന്നു കഴിഞ്ഞ ഈ പ്രഖ്യാപനങ്ങളെല്ലാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.